ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ എല്ലായിടത്തും കാണുന്നതാണ്, മെത്തയിൽ, ബെഡിൽ, കട്ടിൽ എല്ലാം കാണുന്നതാണ് ഈ മൂട്ട ശല്യം ഭയങ്കരമാണ് കേട്ടോ. ഇതൊക്കെ കടിച്ചാൽ നമ്മുടെ കയ്യോ എല്ലാം ചോര മുഴുവൻ ഇത് വലിച്ച് കുടിച്ച് നമുക്ക് ദേഹം എല്ലാം പൊട്ടും. അതുപോലെ തന്നെ ചൊറിച്ചിലുമാണ് കേട്ടോ. അപ്പോൾ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചതാണ് ഈ ടിപ്പ്. അവരുടെ വീട്ടിലെ മൂട്ട ശല്യം ഭയങ്കര കൂടുതലാണ്, എന്താണ് ചെയ്യുക, അതിനുള്ളൊരു ടിപ്പ് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ അവർക്ക് വേണ്ടി കളക്ട് ചെയ്തിട്ടതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വളരെ നല്ലൊരു ടിപ്പാണ്. ഒറ്റ പ്രാവശ്യം നമ്മൾ ചെയ്താൽ മതി, മൂട്ടയുടെ പരമ്പര തന്നെ നശിച്ചു പോകും കേട്ടോ. പിന്നെ ഒറ്റ പ്രാവശ്യം മാത്രം ചെയ്താൽ മതി കേട്ടോ. അതുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണിത്. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം. അതായത് 3 സാധനങ്ങൾ മാത്രം മതി. ഒരുപാട് സാധനങ്ങളുടെ ഒരാവശ്യമില്ല. 5 പൈസ മുടക്കില്ല, വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പറാണ് കേട്ടോ. നല്ല എഫക്റ്റീവായിട്ട് 100% റിസൾട്ട് തരുന്നതാണ് കേട്ടോ. അതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സോപ്പ് പൊടിയാണ്. നിങ്ങൾക്ക് അലക്കുകാരം വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഞാൻ ഇവിടെ സോപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. രണ്ടിലെ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഇപ്പോൾ ഒരു ടീസ്പൂൺ കുറച്ചതിന് അവിടെ ഉണ്ടാക്കുക. കാര്യം ഇവിടെ മൂട്ടശല്യം ഇല്ല. പണ്ടൊക്കെ തിയേറ്ററിലൊക്കെ കുട്ടികൾ പോയിട്ട് വരുമ്പോഴത്തേക്കും മൂട്ടശല്യമൊക്കെ മൂട്ടയൊക്കെ ആ ഡ്രസ്സുകളിൽ കാണുമ്പോൾ നമ്മളല്ല, അതെല്ലാവരും വെളിയിലൊക്കെ ഊരിയിട്ടില്ല. കുട്ടികളെ ആണെങ്കിലും മുതിർന്നവരാണ് വീട്ടിൽ കയറത്തുള്ളൂ. അതുപോലെ ശല്യം വന്നാൽ ഇത് ഭയങ്കര പാടാണ് ഈ മൂട്ടയുടെ കേട്ടോ. നമുക്ക് കടിക്കുവാണെങ്കിൽ നമ്മുടെ ഭയങ്കര പ്രശ്നമായിട്ടത് മാറുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ടാമത് ഒഴിച്ചു കൊടുക്കുന്നത് ഡെറ്റോളാണ്. ഇപ്പോൾ ഈ ഡെറ്റോൾ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ ഞാൻ ഒരു സൂത്രം കൂടെ കാണിച്ചു തരാം. മെയിനായിട്ട് ഇത് രണ്ടുമാണ് വേണ്ടത്. അതായത് നമ്മുടെ 1 സ്പൂൺ സോപ്പ് പൊടിയും അതുപോലെ അതേ അളവിൽ തന്നെ കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിക്കുക. അപ്പോൾ ഈ 2 മാത്രം മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കണ്ടില്ലേ, ഇതേ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ശേഷം നിങ്ങളുടെ വീട്ടുകളിൽ ഡെറ്റോൾ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വേറെ എന്താണെങ്കിലും ഹർപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സൊല്യൂഷൻ എന്തെങ്കിലും കാണുമല്ലോ ക്ലീനിങ്ങിനായിട്ട് ഉള്ളത്, അതിൽ കുറച്ച് ഒഴിക്കുക. ഡെറ്റോൾ ഇല്ലെങ്കിൽ മാത്രം, പക്ഷേ നിർബന്ധമായിട്ട് ഡെറ്റോൾ തന്നെ വേണം കേട്ടോ. ഇപ്പോൾ ഞാൻ ഡെറ്റോളിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഇതെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാത്റൂം കഴുകുന്ന ഒരു ലിക്വിഡാണ്, ഇതെടുത്തിട്ടുണ്ട്. കുറച്ച് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കുന്നതാണ്. ഇതിൻ്റെ ആവശ്യമില്ല. ഡെറ്റോൾ ഉണ്ടെങ്കിൽ ഡെറ്റോൾ മാത്രം മതി. ഇത് ഇതോടെ അടിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണം, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. ഇത് മാത്രം മതി. ഇത് കൂടുതൽ അളവിൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഒരു കുപ്പി വെള്ളം വേണം എടുക്കാനായിട്ട്. പക്ഷേ ഇതിൽ നമുക്ക് ഒരു കുപ്പി 1/2 കുപ്പി വെള്ളം നമുക്ക് ഒഴിക്കാം. അത് നല്ലൊരു എഫക്റ്റ് ആയത് കാരണം. പക്ഷേ ഞാൻ പെട്ടെന്ന് മൂട്ടശല്യം പോകാൻ വേണ്ടി ഇത്രയും നമുക്ക് മതി കേട്ടോ. ഒറ്റ സ്പ്രേയിൽ തന്നെ ഫുള്ള് പോവും. പിന്നെ നമ്മുടെ വീട്ടിൽ ആ മൂട്ടശല്യം ഉണ്ടാകത്തില്ല. ഈ മൂട്ട കുട്ടികളെയൊക്കെ കടിക്കുവാണെങ്കിൽ തന്നെ ഭയങ്കര ഒരു പാടാണ്. അത് കുഞ്ഞുങ്ങളുടെ ദേഹത്തുനിന്ന് ചോരയെല്ലാം വരെ ചുമന്ന് തടിച്ച് കൈയിരിക്കും. ഇത് ഭയങ്കര ശല്യമാണ്. ഇതിൻ്റെ പരമ്പര തന്നെ നമുക്ക് നശിപ്പിക്കാൻ പറ്റും കേട്ടോ. ഇതിനെ കൊല്ലാനുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഇത് കേട്ടോ. അപ്പോൾ അതേ ഞാനിത് കുപ്പിയിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലാണെങ്കിലും മാറ്റാം. ഈ 3 സാധനം മാത്രം മതി. സ്പ്രേ ബോട്ടിലാണെങ്കിലും മാറ്റാം. എന്നിട്ട് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇത് മൂട്ട ഇല്ലാത്തത് കാരണം എന്നാലും ഞാൻ കട്ടിലൊക്കെ ഇങ്ങനെ ഒഴിച്ച് കാണിക്കുന്നുണ്ട്. കട്ടിലിൽ എവിടെയൊക്കെയാണ് നമുക്കിത് ഒഴിച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ നമ്മുടെ കട്ടിലും മെത്തയൊക്കെ കിടക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഈ മൂട്ടയുടെ ഒരു മൂട്ട നമ്മുടെ വീട്ടിൽ വന്നാൽ മതി. പിന്നെ ഫുള്ള് പെരുക്കി ഒരുപാട് മൂട്ടകളായി മാറും കേട്ടോ. അത് നമ്മളെ കടിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ ദേഹത്തൊക്കെ കിടക്കുവാണെങ്കിൽ നമ്മുടെ പുറത്ത് കയറി കടിക്കും. അതുപോലെ തന്നെ കയ്യെ കാലെ ചെവിക്കകത്തെല്ലാം കയറും. കടിച്ചാൽ പിന്നെ ആ പാടാണ്, ചോർച്ചിലാണ്, പഴുത്ത് പൊട്ടും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. എന്നിട്ട് ഇത് കണ്ടില്ലേ, ഇതുപോലെ ഹോളുകൾ കാണുന്ന കട്ടിലിൻ്റെ ഒക്കെ ഓരോ കുഴികളൊക്കെ കാണും. ആ കുഴിക്കകത്തൊക്കെ ഇങ്ങനെയാണ്. അതായത് ഈ മോഡലിങ്ങിനായിട്ടൊക്കെ കട്ടിലിങ്ങനെ വെച്ചാൽ അതിൻ്റെ അകത്തെല്ലാം ഒരു മൂട്ട കയറിയിരിക്കും. അവിടെ വശങ്ങളിലെല്ലാം നമുക്കിങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കണം. ഈ ഒരു സൈഡുകളിലായിട്ട് ഇതുപോലെ ഒഴിച്ചൊഴിച്ച് കൊടുക്കുക. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഒഴിച്ച് കൊടുക്കുക. നിങ്ങളുടെ സ്പ്രേ ബോട്ടിലാണെങ്കിൽ സ്പ്രേ ചെയ്ത് വിട്ടാൽ മതി. ഞാൻ ഇപ്പോൾ കുപ്പിയിലാണ് ചെയ്യുന്നത്. നമുക്കിത് തന്നെ മതി കേട്ടോ, കുപ്പി തന്നെ മതി. എന്നിട്ട് ഈ വശമെല്ലാം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഭാഗമെല്ലാം ഇങ്ങനെ കട്ടിലിൻ്റെ ഫ്ലൈവുഡ് അടിച്ചിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. ഇതിനകത്ത് ഒരുപാട് ഞാൻ വെള്ളം ചേർക്കാതെ കൊണ്ട് ഇത് ഭയങ്കര എഫക്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എഫക്റ്റ് ആയിട്ട് വേണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് 1/2 കുപ്പി വെള്ളം ചേർത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അത് എത്ര നാൾ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് മൂട്ടകളൊക്കെ ശല്യം ഉണ്ടെങ്കിൽ 1/2 കുപ്പി വെള്ളത്തിലോട്ട് വേണം ഇതെല്ലാം ചേർക്കാൻ കേട്ടോ. എന്നിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ.
അതുപോലെ തന്നെ നല്ല നല്ല ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.